ആത്മാവ് ഈ പരിസരത്ത് തന്നെയുണ്ട്. ആ പ്രേതത്തെ ആവാഹിച്ച് ഈ കുടത്തിലാക്കി ആ ദേഹം വെടിഞ്ഞ ആള് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മൂത്ത മകൻ തന്നെ കടലിൽ കൊണ്ടുപോയി നിമജ്ജനം ചെയ്യണം. ഭൂമിയിലെ ജീവിതം തീർന്നതാണല്ലോ, പിന്നെ എന്തിനാ അവിടെ കിടന്ന് അലയുന്നത്? ഈ അലച്ചിൽ തുടങ്ങിയിട്ട് 10-20 വർഷം കഴിഞ്ഞില്ലേ? ഇനിയെങ്കിലും പോയിക്കൂടെ? പോകാത്തതൊക്കെ ഇനി പോകും. ഗുരുഭ്യോ ഗണപതേ മൂലപ്രകൃതി അനന്തായ പൃഥ്വി. ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവനായ സ്വാഹ. മൂത്ത മോൻ എന്താ പേര് പറഞ്ഞത്? കണ്ണൻ. കണ്ണൻ. മരിച്ച സമയത്ത് ആളിന്റെ പൂർണ്ണ രൂപം ഉള്ളിൽ ആവാഹിക്കണം. അന്നത്തെ ദിവസത്തെ പറ്റി ഒന്ന് ഓർത്തെടുക്കണം. അത് വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ദിവസമായിരുന്നു തിരുമേനി. അന്ന് കണ്ണന്റെ പിറന്നാളായിരുന്നു. അതുകൊണ്ട് തന്നെ പിറന്നാളുകാരനെ തൃപ്തിപ്പെടുത്തി ആളുണ്ട്. കണ്ണടച്ച് ആ ആളിന്റെ നല്ല ഓർമ്മകൾ മനസ്സിലേക്ക് കൊണ്ടുപോവാ. അങ്ങനെ കൊണ്ടുവരുമ്പോൾ മകനിലേക്കാവും അച്ഛന്റെ ശ്രദ്ധ. ആ സമയത്ത് വേണം എനിക്ക് അയാളെ ആവാഹിച്ച് ഈ മൺകുടത്തിൽ നിറയ്ക്കാൻ. അതുകൊണ്ട് ഓർത്തെടുക്ക്, ഓർക്കാവുന്നതെല്ലാം ഓർത്തെടുക്ക്. അങ്ങനെ ഭഗവാനെ തേടി ഒരുപാട് പേര് വന്നു. കാറ്റായിട്ടും കടലായിട്ടും ഒക്കെ. എന്നിട്ടും ഭഗവാനെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. കംസന്റെ അടം ഒന്നും ഉണ്ണിക്കണ്ണനടുത്ത് നടന്നില്ല. അതുകൊണ്ടല്ലേ എൻ്റെ മോന് അച്ഛൻ കണ്ണൻ എന്ന് പേരിട്ടത്. അച്ഛൻ്റെ കണ്ണൻ, കുഞ്ഞിക്കണ്ണൻ. നന്നായി പ്രാർത്ഥിച്ചോ? ആള് മുന്നിൽ തെളിഞ്ഞോ? തെളിഞ്ഞു. എന്റെ മുമ്പിൽ അച്ഛൻ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. കേട്ടല്ലോ, പറഞ്ഞത് കേട്ടല്ലോ എല്ലാവരും. ഇവിടെയുണ്ട് ആള്. പക്ഷേ കുറച്ചു നേരം കൂടിയേ കാണൂ. അത് കഴിഞ്ഞാ പിന്നെ ആളിന്റെ പൊടി പോലും കാണില്ല. ആത്മാവ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മൂത്തമോന്റെ അടുത്ത് പോലും ഇനി അയാൾ വരില്ല എന്നാ പറഞ്ഞത്. ഈ ഭൂമിയില് അയാളുടെ അവസാനത്തെ ദിവസമാണിന്ന്. അച്ഛൻ മോനെ വിട്ടുപോകുന്നതില് മോന് കുറച്ച് സങ്കടമുണ്ട് അല്ലേ? സങ്കടപ്പെടണ്ട മോനെ.
അവരവരുടെ ലോകത്ത് പോയി അടിച്ചു പൊളിച്ച് ജീവിക്കട്ടെ. അവരുടെ ലോകം ഇതല്ല.